ടിക്കറ്റ് ടു ഫിനാലെ 5ാമത്തെ ടാസ്ക്. ഇതും ബാലൻസ് ചെയ്യാനുള്ള ടാസ്ക്കാണ്. അതേപോലെ ക്ഷമ പരീക്ഷിക്കുന്ന ടാസ്ക്കാണ്. ഗാർഡൻ ഏരിയയിൽ ഒരു പലക വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ ടേബിളിലായിട്ട് 12 കട്ടകളും വെച്ചിട്ടുണ്ട്. ഈ പലകേൻ്റെ മുകളിൽ ഒരു കട്ട ആദ്യം വയ്ക്കുക. പിന്നെ അതിൻ്റെ പുറത്തായിട്ട് ബാക്കി 11 കട്ടകളും വെച്ച് കൈ കൊണ്ട് ബാലൻസ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. അതിന് സമയപരിധിയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ തവണ അങ്ങനെ ബാലൻസ് ചെയ്ത് കൂടുതൽ സമയം ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ആളാണ് ടാസ്കിൽ വിജയിക്കുക. ആദ്യം മത്സരിക്കാൻ വരുന്നത് അഭിഷേകും നോറയുമാണ്. അപ്പോൾ ബിഗ് ബോസ് ആണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യം ഒരു കട്ട വെക്കുക, എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് 2 കട്ടകളും കൂടെ വെക്കുക. അത് കഴിഞ്ഞിട്ട് 4 കട്ടകൾ മേലെ വെക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് 5 കട്ടകളും കൂടെ വെക്കുക. അങ്ങനെ മൊത്തം 12 കട്ടകൾ ഒന്നിന് പുറത്ത് ഒന്നായിട്ട് ഇങ്ങനെ വെച്ച് കൈ നിവർത്തി ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ടാസ്ക്. എത്ര നേരം നിൽക്കാൻ പറ്റും അയാളാണ് ടാസ്കിൽ വിജയിക്കുക. അപ്പോൾ ഈ കട്ടകൾ ഒന്നിന് പുറത്തായിട്ട് ഒന്ന് അടുക്കുന്ന സമയത്ത് താഴെ വീണാലും അതല്ല ബാലൻസ് ചെയ്ത് നിൽക്കുന്നതിനിടയ്ക്ക് താഴെ വീണാലും ഈ ടാസ്കിൽ നിന്ന് ഔട്ടാവും. അങ്ങനെ ടാസ്ക് തുടങ്ങുകയാണ്. അഭിഷേക് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കൈ നിവർത്തി പിടിക്കണം. ഇപ്പം ഋഷി ഇടയ്ക്ക് നോറേൻ്റെ അടുത്ത് കൈ മടങ്ങുന്നുണ്ട്, നിവർത്തി പിടിക്കൂ എന്ന് പറഞ്ഞ് കൈ നിവർത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നോറേൻ്റെ കട്ടകൾ താഴ്ത്ത് വീഴുന്നു. നോറ 2 മിനിറ്റും 42 സെക്കൻഡും അത് ബാലൻസ് ചെയ്ത് പിടിച്ചു വന്നു. അഭിഷേക് നല്ല രീതിയിൽ തന്നെ ബാലൻസ് ചെയ്ത് കളിക്കുന്നുണ്ട്. പക്ഷേ 8 മിനിറ്റും 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ കട്ടകൾ താഴ്ത്തി വീണു. അഭിഷേകിന് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എല്ലാ ഗെയിമിലും അഭിഷേക് 100% കൊടുത്ത് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട്, ഞാൻ എല്ലാം ശരിക്കും ചെയ്തില്ല, എനിക്ക് നീ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു ചെയ്യാൻ, ഞാൻ ഓരോ മസിലായിട്ട് ഉപയോഗിച്ച് ചെയ്തു വരികയായിരുന്നു എന്നൊക്കെ അഭിഷേക് പറയുന്നുണ്ട്. അഭിഷേകിന് നല്ല സങ്കടമുണ്ട് പുറത്തായതിൽ. അത് കഴിഞ്ഞിട്ട് മത്സരിക്കാൻ വരുന്നത് ഋഷിയും സായുമാണ്. ഋഷി പക്ഷേ ഇങ്ങനെ ബിഗ് ബോസ് പറയുമല്ലോ, ആദ്യം ഒരെണ്ണം വെച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 വെക്കിയെന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഋഷീൻ്റെ കയ്യിൽ നിന്ന് കട്ടകൾ താഴെ വീണു. അങ്ങനെ ഋഷി ടാസ്ക് ഔട്ടായി. സായി 12 കട്ടകളും ഒന്നിന് മേലെ ഒന്നായിട്ട് വെച്ചു. പക്ഷെ വെച്ച് കഴിഞ്ഞിട്ട് കൈ നിവർത്തി പിടിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് പിന്നെ കട്ടകളൊക്കെ താഴെ വീണു. അങ്ങനെ സായി 10 സെക്കൻഡോളം ഈ 12 കട്ടകളും ഒന്നിനു മേലെ ഒന്നായി അടുക്കി പിടിച്ച് വെച്ച് നിന്ന് കഴിയുമ്പോഴാണ് ഈ ടൈം കൗണ്ട് ചെയ്യുന്നത്, എത്ര നേരം നിന്നു എന്നുള്ളത്. അങ്ങനെ സായി 10 സെക്കൻഡിനുള്ളിൽ ഔട്ടായി. അത് കഴിഞ്ഞിട്ട് മത്സരിക്കാൻ വരുന്നത് നന്ദനയും സിജോയുമാണ്. നന്ദന 2 സെക്കൻഡ് 12 കട്ടകളും വെച്ച് കഴിഞ്ഞിട്ട് 2 സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്തു. സിജോ 5 മിനിറ്റും 26 സെക്കൻഡും അങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്നു. പിന്നെ വരുന്നത് ജാസ്മിനും ശ്രീതുവാണ്. അതിൽ ജാസ്മിൻ 2 മിനിറ്റും 8 സെക്കൻഡോളം ബാലൻസ് ചെയ്ത് നിന്നു. ശ്രീതു 2 മിനിറ്റ് 55 സെക്കൻഡോളം നിന്നു. അത് കഴിഞ്ഞിട്ടാണ് ജിൻഡോയും അർജുനും മത്സരിക്കാൻ വരുന്നത്. 2 പേരും ഈ ടാസ്ക് അസ്സലായിട്ട് കളിച്ചു. അതിൽ അർജുൻ 8 മിനിറ്റും 9 സെക്കൻഡോളം അത് ബാലൻസ് ചെയ്ത് നിന്നു. ഇതിനിടയ്ക്ക് അർജുൻ്റെ കൈയൊക്കെ ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ നന്നായിട്ട് ബാലൻസ് ചെയ്തു. ജിൻഡോ 12 മിനിറ്റും 31 സെക്കൻഡും ബാലൻസ് ചെയ്ത് നിന്നു. അങ്ങനെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ജിൻഡോയാണ്, സെക്കൻഡ് അർജുൻ, തേർഡ് വന്നിരിക്കുന്നത് അഭിഷേക്.